നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. രാശിയില്ലാതെ രാജൻ. ജയരാജന്റെ രാജിക്കാര്യത്തിൽ പാർട്ടി തീരുമാനം ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. CPM സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമെന്ന് സൂചന. ബന്ധു നിയമന വിവാദത്തിൽ വിജിലൻസിന്റെ ത്വരിത പരിശോധന പൂർത്തിയാകും വരെ ജയരാജൻ മാറി നിൽക്കുമെന്ന് റിപ്പോർട്ട്. വ്യവസായ മന്ത്രിയുടെ രാജിക്കാര്യത്തിൽ ഇന്നലെ മുഴുവൻ തുടർന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷവും പടരുന്നത് അഭ്യൂഹങ്ങൾ മാത്രം. വിജിലൻസ് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജി അനിവാര്യമെന്ന് പൊതുവികാരം. എന്നാൽ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു മതി രാജിയെന്നും ഒരു വിഭാഗം. നിയമന വിഷയത്തിൽ തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ജയരാജന്റെ കുറ്റസമ്മതം. രാജ്യസന്നദ്ധത കോടിയേരിയെ അറിയിച്ച ജയരാജൻ ഇന്നലെ രാത്രി തന്നെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയതായും അഭ്യൂഹം. അതേസമയം അന്തിമ തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്ക് ശേഷം. വലവിരിക്കുന്ന വിജിലൻസ്. ബന്ധു നിയമനം സംബന്ധിച്ച ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിന്റെ വല നീട്ടിയെറിഞ്ഞ് വിജിലൻസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 5 വർഷത്തെ നിയമനങ്ങൾ അന്വേഷിക്കാനുള്ള തീരുമാനം UDF ഭരണകാലത്തെ ക്രമക്കേടുകൾ കൂടി ഉന്നമിട്ട് അന്വേഷണത്തിന് 4-അംഗ സംഘത്തെ നിയോഗിച്ച് ഉത്തരവ്. മന്ത്രി EP ജയരാജനെതിരെയുള്ള നിയമന വിവാദങ്ങളിൽ ത്വരിത പരിശോധനയ്ക്കുള്ള വിജിലൻസ് തീരുമാനം അന്വേഷണം അനിവാര്യമെന്ന നിയമോപദേശത്തെ തുടർന്ന് നിർണായക വിഷയത്തിൽ ജേക്കബ് തോമസിന്റെ നീക്കം ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം 42 ദിവസത്തിനകം ത്വരിത പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അതേസമയം നിയമന വിവാദത്തിൽ മന്ത്രി ജയരാജനെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് വിജിലൻസ് കോടതിയിൽ. ഇക്കാര്യത്തിലെ നിലപാട് സർക്കാർ കോടതിയെ അറിയിക്കും. വിജിലൻസിന് വേണ്ടി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാകും. വല്യേട്ടൻ പഠിക്കേണ്ടത്. കൊലപാതക രാഷ്ട്രീയത്തിൽ CPMനെതിരെ വിമർശനവുമായി ജനയുഗം. കണ്ണൂരിൽ നിന്ന് പഠിക്കേണ്ടതും തിരുത്തേണ്ടതും എന്ന മുഖപ്രസംഗത്തിൽ ഭരണ നേതൃത്വത്തിനെതിരെയും കടുത്ത വിമർശനം. വർഗീയ സംഘടനകൾ നൽകുന്ന അടികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്നത് ചരിത്ര ദൗത്യമല്ല, പാർട്ടിക്കുള്ളിൽ വേണ്ടത് തിരുത്തലുകളെന്നും മുഖപ്രസംഗം. കണ്ണൂരിലുണ്ടായ കൊലപാതകവും അക്രമവും വെറും ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, ശരിയായ രാഷ്ട്രീയ ദിശയിൽ നിന്നുള്ള വ്യതിചലനം കൂടിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടരുന്നതിനിടെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാണിക്കാനാവില്ലെന്നും CPI. RSSന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ ബോധപൂർവമുള്ള ശ്രമം വേണമെന്നും മുന്നറിയിപ്പ്. ചോര പുരണ്ട കത്ത്. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഗവർണർ ഇന്ന് റിപ്പോർട്ട് നൽകും. രാജ്ഭവന്റെ റിപ്പോർട്ട് വിശദാംശങ്ങൾ ആരാഞ്ഞ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ കത്തിനെ തുടർന്ന് DGPയെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെയും വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഗവർണർ പ്രകടിപ്പിച്ചത് കടുത്ത ആശങ്ക. അതേസമയം കേന്ദ്ര ഇടപെടൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നതായി വരുത്തി തീർക്കാനുള്ള BJP അജണ്ടയുടെ ഭാഗമെന്ന് CPM. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.